2025 മലയാള സിനിമ ഒരു ഫ്ലാഷ് ബാക്ക്. മലയാള സിനിമയിൽ ഒരുപാട് റെക്കോർഡുകൾ, കളക്ഷൻ റെക്കോർഡ് പ്രതിക്കും മികച്ച ചിത്രങ്ങളും വന്നതും ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ, ഒരുപാട് പേര് പോലും കേട്ടിട്ടില്ലാത്ത ഒരുപാട് ചിത്രങ്ങൾ വരികയും ചെയ്തു. മലയാള സിനിമയുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞ വർഷം കൂടിയാണ്. കാരണം OTT അധികം സിനിമകൾ ഇപ്പം വളരെ ശ്രദ്ധിച്ച് എടുക്കുന്നുള്ളത് വളരെ കാര്യമെന്ന് നമുക്ക് തോന്നുന്നു. കാരണം ചുമ്മാ പൊട്ട സിനിമകൾ എടുക്കത്തുമില്ല അതിൻ്റെ സിനിമാ പ്രവർത്തകർ. എന്തായാലും എമ്പുരാൻ, ആദ്യം വന്ന എമ്പുരാൻ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചു, പൊളിറ്റിക്കലി ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ പോലും അതിൻ്റെ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എന്നുള്ള രീതിയിൽ ആൾക്കാർ ഒരുപാട് അത് പ്രീസെയിൽ ബുക്കൊക്കെ ചെയ്ത് 265 കോടിയോളം കളക്ട് ചെയ്ത സിനിമയാണ്. അതായത് അത് എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു 90% പേര് നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ പോലും അതിൻ്റെ കളക്ഷൻ വൈസ് അത് 265 കോടി ഉണ്ടെന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. ഒഫീഷ്യലി ഒരാളും അതിൻ്റെ കളക്ഷൻ പുറത്ത് വിട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തുടരും, മോഹൻലാലിൻ്റെ വർഷമായിട്ടുള്ള തുടരും ഗംഭീര ഒരു സിനിമയായിരുന്നു. ഈ പറഞ്ഞ പോലെ CA ജോർജ് സാറിനെ, മോഹൻലാലിന്റെ ഷൺമുഖത്തിനെ മറക്കത്തില്ല എന്നൊപ്പം തന്നെ CA ജോർജ് സാറായിട്ട് പ്രകാശ് വർമ്മ അഴിഞ്ഞാടിയ ഒരു വർഷം, ഷൺമുഖവും CA ജോർജ് സാറോട് ചേർന്ന് തകർത്ത വർഷമാണ്. അതുപോലെ തന്നെ ഒരുപടി നല്ല ചിത്രങ്ങൾ നമുക്ക്, റോന്ത് പോലുള്ള ചിത്രം, ദിലീഷ് പോത്തൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ രേഖാചിത്രം, ജോഫിൻ സംവിധാനം ചെയ്ത ആസിഫ് അലിയുടെ ചിത്രം, പൊന്മാൻ ഗംഭീര ചിത്രം, ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും നേടിയില്ലെങ്കിലും ഗംഭീര ചിത്രമായി മാറിയ പൊന്മാൻ, അജീഷായിട്ട് ബേസിലും മാരിയോനുമായിട്ട് നമ്മുടെ സജി ഗോപുവൊക്കെ തകർത്താടിയ ചിത്രം, കളങ്കാവൽ, അവസാനം വന്ന കളങ്കാവൽ അതിഗംഭീരമായ ചിത്രം, മമ്മൂട്ടി വില്ലനായിട്ടും നമ്മുടെ വിനായകൻ നായകനായിട്ടും തകർത്താടിയ സിനിമ, അത് നല്ല കളക്ഷൻ നേടിയിട്ടുണ്ട്. പിന്നെ ലോക, പറയാതിരിക്കാൻ പറ്റാത്ത ചിത്രമാണ്. നായിക പ്രാധാന്യമുള്ള സിനിമ മലയാള സിനിമ വരുന്നില്ല എന്ന് പറഞ്ഞതിന് തകർത്തെറിഞ്ഞുകൊണ്ട് 30 കോടി മുടക്കി 300 കോടി എത്തിച്ച കല്യാണി പ്രിയർച്ചൻ താരം തന്നെയാണ് 2025. എന്തായാലും ഒരുപാട് ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തെങ്കിലും മലയാള സിനിമയിൽ കുറച്ച് ഓർമ്മിക്കാൻ കുറേ നല്ല കഥാപാത്രങ്ങളും നല്ല സിനിമകളും റെക്കോർഡുകളും മാറ്റിവെച്ച വർഷമായിരുന്നു 2025.